ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഹൽവയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ബൗൾ എടുക്കുക, ഇതിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി കുഴക്കുന്ന പരുവത്തിലാണ് ഇതിനെ കുഴച്ചെടുക്കേണ്ടത്. ഇതിനെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുക. നമ്മൾ വെള്ളം കൂടി പോകാതെ ശ്രദ്ധിക്കണം. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ കുഴച്ചെടുക്കുക. ആദ്യം നമ്മൾ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കും. അതിനുശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ വീണ്ടും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ കുഴച്ച ശേഷം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ ഈ മാവ് മൂടുന്ന അത്രക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 4-5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അത് നമ്മൾ ഈ മാവിൻ്റെ രീതിക്കനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒഴിച്ച ശേഷം നമ്മൾ വീണ്ടും 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ മൊത്തം 4 മണിക്കൂറാണ് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടത്. അപ്പോൾ ഇതിനെ 4 മണിക്കൂർ റെസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മാവിനെ നമ്മൾ നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കണം, കൈ വെച്ചിട്ട് തന്നെ ആവണം കുഴച്ചെടുക്കേണ്ടത്. ഇനി ഈ മാവിന് വലിയ കണ്ണിയുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് വേസ്റ്റ് ഇട്ടോ, അത് നമുക്ക് ആവശ്യമില്ല, അതിനെ ഒഴിവാക്കാം. ഇനി ഈ മാവിൻ്റെ ചെറിയ കണ്ണുള്ള അരിപ്പയിലൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ 2 തവണ നമ്മൾ അരിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ നിന്നും കുറച്ച് വേസ്റ്റ് ഇട്ടും, ഇത് നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല, ഇതിനെ നമുക്ക് ഒഴിവാക്കാം. ഇനി ഇതിലേക്കുള്ള കാരമൽ സിറപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുക്കുക. അതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യേണ്ടത്. ഇനി ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് വരണം. തീ കുറച്ച് വെച്ചിട്ടാണ് ഇതിന് കാരമൽ സിറപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് കരിഞ്ഞിട്ട് ഇതിൽ കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടണം. ഇപ്പോൾ ഇത് കാരമലായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് മാറി നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്, അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പാനിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സിനെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ മിക്സിനെ നമ്മൾ കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കാരമൽ സിറപ്പ് ഇതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ സിറപ്പും അതുപോലെ ഗോതമ്പിൻ്റെ മിക്സൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തണം. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എണ്ണയും യൂസ് ചെയ്യാം, വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്ന എണ്ണ അത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതിനെ വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ നമ്മളുടെ ഈ ബാറ്ററി ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്ന് ഇങ്ങനെ വിട്ടു പോരുന്നുണ്ട്. ഇതൊക്കെയാണ് ഹൽവേൻ്റെ ഭാഗം. അപ്പോൾ നമ്മൾ കൈ എടുക്കാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇപ്പോൾ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ സെറ്റ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
സെറ്റ് ചെയ്യുന്ന പാത്രം നമ്മൾ എണ്ണ തടവി കൊടുക്കണം, എന്നാലേ ഹലുവ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മളുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.